വെജിറ്റബിൾ കുറുമൻ്റെ റെസിപ്പി നോക്കി ഇറങ്ങി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായോട്ടാ, ഞാൻ നല്ല അടിപൊളി ഒരു കുറുമൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഗ്രീൻ പീസ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മുക്കാലും കൂടെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത്, അര കപ്പ് ഇത് ക്യാരറ്റും ബീൻസും ചെറുതാക്കി അരിഞ്ഞത്, ഒരു സവാള, ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഉണ്ടായ കാരണം ഒരു 1/4 കപ്പ് സ്വീറ്റ് കോൺ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു പട്ട, 3 ഏലക്ക, 4 കരയാമ്പും, കുറച്ച് കുരുമുളകും, എരിവിന് വേണ്ട പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒറ്റ വിസിൽ ഞങ്ങൾ വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മളുടെ വെജീസ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടാണ് തിളച്ച് വരുന്ന സമയത്ത് തേങ്ങയുടെ 1/4 പാലാട്ടാ, ഒരു കപ്പേ അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് ഈ 1/4 പാലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാലോട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലോട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്തോളൂ കേട്ടോ, ഞാനതവിടെ ചേർത്തിട്ടില്ലേ. നമുക്കിനി അങ്ങോട്ട് താളിച്ചെടുക്കാം, എന്നാലും നമ്മുടെ കറി ഒരു ഇതാവുള്ളൂന്നേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യാട്ടം ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് കടുകും പെരുംജീരകവും ഉണക്കമുളകും കറിവേപ്പിലോട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലോട് തളിച്ച് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം മാത്രം സെർവ് ചെയ്താൽ മതിയേ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത് കാണാനും കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട്